ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് കൗൺസിലർ. കേരളവും ബംഗാളും തമ്മിൽ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. കല, രാഷ്ട്രീയം, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളിൽ പല സമാനതകളുമുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ജോലിക്കും ബിസിനസ്സിനും പഠനത്തിനുമൊക്കെ ആയിട്ട് കൽക്കത്തയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ആ മഹാനഗരം കൊൽക്കത്ത എന്നാണ് അറിയപ്പെടുന്നത്. മലയാളികൾ ജോലി തേടി വിദേശത്തേക്ക് പോയപ്പോൾ ബംഗാളി തൊഴിലാളികൾ ജോലി തേടി കേരളത്തിൽ വന്നു. ഇന്ന് നമ്മുടെ വീടുകളും നാടും നഗരവും എല്ലാം കെട്ടിപ്പടുക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ബംഗാളിനെ കുറിച്ച് ഇതൊക്കെ ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട്. നമ്മൾ മലയാളികൾ ഓണത്തിന് ഒരുങ്ങുന്ന പോലെ ബംഗാളിൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന സമയമാണിത്, ഈ ദുർഗാപൂജ സമയം. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളെക്കാളും വലിയ മധുരപ്രിയരാണ് അവർ. രസഗുള, ഗുലാബ് ജാമുൻ, കാലാ ജാമുൻ ഒക്കെ എത്ര വേണമെങ്കിലും ഒറ്റ ഇരിപ്പിൽ അവർ കഴിക്കും. അവരുടെ മറ്റൊരു വിശിഷ്ട മധുര വിഭവമാണ് രസമലായി. അതിൻ്റെ പേര് കേൾക്കാൻ തന്നെ നല്ല രസമില്ലേ? അല്പം സമയം ചിലവിടേണ്ടി വരുമെങ്കിലും ഉണ്ടാക്കാനും കഴിക്കാനും പേര് പോലെ രസമാണ് രസമലായി. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഞാൻ വിശദമായിട്ട് പറയാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം. പനീറും ഷുഗർ സിറപ്പും ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ബ്രെഡ് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കാം. നമ്മളിവിടെ പാൽപ്പൊടിയും പാലും ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ: പാൽ 1 ലിറ്റർ, മിൽക്ക് പൗഡർ 1 കപ്പ്, മുട്ട 1 റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ് വേണ്ടത്, മൈദ 1 ടീസ്പൂൺ, ബട്ടർ 50 ഗ്രാം, കണ്ടൻസ്ഡ് മിൽക്ക് 175 ഗ്രാം, നട്ട്സ് കുറച്ച് ക്രഷ് ചെയ്തെടുത്തത്, ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ, കുറച്ച് കുങ്കുമപ്പൂ. ഒരു പാത്രത്തിൽ പാൽപ്പൊടി, മൈദ, ബേക്കിംഗ് പൗഡർ, മുട്ട, ബട്ടർ ഇവ ചേർത്ത് നല്ലവണ്ണം ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. കുഴക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് ഇതുപോലെ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകൾ മതി. ഇത് പാലിൽ കിടന്ന് സോക്കാകുമ്പോൾ ഒന്നുകൂടെ വലുതായിട്ട് വരും. അടികട്ടിയുള്ള ഒരു കടായിൽ പാലൊഴിച്ച് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും സാഫ്രോണും ഇട്ട് കൊടുക്കാം. ഇനി ഈ ബോൾസൊക്കെ മിൽക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. പാല് തിളക്കുമ്പോൾ ഈ ബോൾസൊക്കെ മറിഞ്ഞ് വരാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് പാലിൽ കിടന്നിട്ട് നല്ലവണ്ണം വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റും സ്പോഞ്ചിയായ രസമലായി റെഡി ആയിട്ടുണ്ട്. മധുരപ്രിയർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്.